ത്രിയേക ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 28 മുതൽ 30 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 30-ാം സങ്കീർത്തനം 6-ാം വാക്യം. ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. ദാവീദ് തനിക്കുണ്ടായ വിടുതലിൻ്റെ അനുഭവത്തിൽ എഴുതപ്പെട്ട ഒരു സ്തോത്രഗീതമാണ് ഇത്. തലക്കെട്ടിൽ ഇതൊരു ഭവന പ്രതിഷ്ഠാ ഗീതമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യാഗപീഠം, ഭവനം, കൊട്ടാരം, ആലയം ഇതിൽ ഏത് പണിതപ്പോഴാണ് ഈ പ്രതിഷ്ഠാഗീതം ചൊല്ലിയതെന്ന് നമുക്ക് വ്യക്തമല്ല. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരും ഭിന്ന അഭിപ്രായക്കാരാണ്. എപ്പോൾ എഴുതപ്പെട്ടതാണെങ്കിലും ഈ പ്രാർത്ഥനയുടെ പ്രധാന തലം സ്തോത്രത്തിൻ്റെതാണ്. 30-ാം സങ്കീർത്തനത്തിലെ ചില ചിന്തകൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായിട്ട്, കുലുങ്ങിപ്പോകുവാൻ ഇടവരുത്താത്ത ദൈവം. ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിൽ നിന്ന് ദൈവം തന്നെ വിടുവിച്ച അനുഭവമാണ് ദാവീദ് ഇതിലൂടെ പങ്കുവെക്കുന്നത്. തൻ്റെ കരച്ചിലിനെ നൃത്തമായും ദുഃഖത്തെ സന്തോഷമായും മാറ്റുന്ന ഒരു ദൈവത്തെ നാം ഇവിടെ കാണുന്നു. ജീവിതത്തിലുണ്ടാകുന്ന അഭിവൃദ്ധിയും സുഖവുമൊക്കെ ദൈവം തൻ്റെ ഭക്തർക്കുമേൽ നൽകുന്ന അനുഗ്രഹങ്ങളാണ്. എന്നാൽ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചാൽ, സ്വന്തം വിവേകത്തിൽ ഊന്നിയാൽ നാം താളടി ആയിപ്പോകും. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കുക സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിലെ സമ്പത്ത് നമുക്ക് സ്ഥിരത നൽകുന്നില്ല. നമ്മുടെ പദവിയും ശക്തിയും നമുക്ക് സ്ഥിരത നൽകുന്നില്ല. പ്രാർത്ഥനയോടെ സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും ദൈവസന്നിധിയിൽ അടുത്തു വരാം. പ്രാർത്ഥന കുലുക്കങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നു. കുലുങ്ങിപ്പോകാവുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിങ്കിലേക്ക് ഓടിയാൽ ഒരു ഭക്തന് നിലനിൽപ്പുണ്ടാകും. അത്തരത്തിൽ ദൈവസന്നിധിയിലേക്ക് ഏത് നിമിഷവും ഓടിയെത്തുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരണം. രണ്ടാമതായിട്ട്, ശത്രുക്കൾ സന്തോഷിക്കുവാൻ ഇടവരുത്താത്ത ദൈവം. ഇതും ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. തൻ്റെ സത്യസന്ധതയും നിശ്ചയദാർഢ്യവും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം തന്നോട് കരുണ കാണിച്ചു എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നു. യഹോവ തൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരയേറ്റുന്നു. ഇവിടെ പാതാളം എന്ന് പറയുന്നത് ദൈവമില്ലായ്മയുടെയും സ്തുതിയില്ലായ്മയുടെയും ഇടങ്ങളാണ്. 3-ാം വാക്യത്തിൽ പറയുന്നു, യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു എന്ന്. അവിടെ നിന്നും ദൈവം കരകയറ്റുന്നു. എന്നാൽ ഏതു സന്ദർഭവും ദൈവസ്തുതിയുടെ അനുഭവങ്ങളാണ് നമ്മിൽ നിന്നും പ്രകടമാകേണ്ടത്. രാത്രിയുടെ യാമങ്ങൾ നാം കരച്ചിലിലോ നെടുവീർപ്പിലോ കഴിഞ്ഞാലും അത് കഴിഞ്ഞൊരു പ്രഭാതവും അതിൻ്റെ നന്മകളും തീർച്ചയായും നമുക്ക് ഉണ്ടാകും. ആ വലിയ ഉറപ്പാണ് ദാവീദ് നമുക്ക് ഈ സങ്കീർത്തനത്തിലൂടെ തരുന്നത്. അതിനാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിവുള്ളവനായ, നമ്മുടെ കണ്ണുനീരിനെ സാക്ഷ്യമാക്കി മാറ്റുവാൻ കഴിവുള്ളവനായ, നമ്മുടെ ദുഃഖത്തിന് അറുതിയും സന്തോഷങ്ങൾക്ക് തുടക്കവും കൽപ്പിക്കുന്നവനായ ആ ദൈവത്തെ നമുക്കും പിന്തുടരാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഞങ്ങളുടെ സാഹചര്യങ്ങൾ കുലുങ്ങിപ്പോയാലും ഞങ്ങൾ പതറിപ്പോകുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ലല്ലോ. അതിനാൽ അവിടുത്തെ സന്നിധിയിലേക്ക് ഓടിയെത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ ദുഃഖത്തിന് അറുതി കൽപ്പിക്കുന്ന, ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് തുടക്കം നൽകുന്ന അവിടുത്തെ സന്നിധിയിലേക്ക് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരുവാൻ ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.